പ്രിയമുള്ളവരെ, രാജ്യസ്നേഹിയാണോ മനുഷ്യസ്നേഹിയാണോ ശരി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത്തരം ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഈയിടെ ഈ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ സകല യൂട്യൂബ് ചാനലുകളിലും നമ്മുടെ ടി വിയിലും എന്തിലും എവിടെയും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സകലമാന ബുദ്ധിജീവികളും രാജ്യസ്നേഹം പ്രകടിപ്പിച്ച് അങ്ങ് പ്രസംഗിച്ച് വലിച്ചിഴക്കുകയാണ് അതിഭയാനക ബുദ്ധിജീവികൾ, അതായത് ശശിധരീരടക്കമുള്ള വിശ്വപൗരന്മാർ. അതുകൊണ്ട് നമുക്കിവരെക്കുറിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിലേതാണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു കുടുംബം തന്നെ എടുക്കുക, നമ്മുടെ സൊസൈറ്റിയിൽ തുടങ്ങാം. ഞാനിപ്പോൾ അല്ലെങ്കിൽ അതുപോലൊരാൾ, ആരെങ്കിലും ഒരാൾ ഇവിടെ 2 കുഞ്ഞുങ്ങളും ഭാര്യയും മക്കളുമായി ഒരു കുടുംബമായിട്ട് ജീവിക്കാം. തൊട്ടയലത്ത് വീട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ജീവിക്കുന്നു, അതിനപ്പുറത്ത് ബിസിനസ്സുകാരൻ ജീവിക്കുന്നു, അതിനപ്പുറത്ത് അതിലും വരുമാനമുള്ളവർക്ക്. എനിക്കിത്തിരി വരുമാനം കുറവാണ്. അപ്പോൾ എനിക്കിവരോട് എന്താ തോന്നുക? ഇവരുടെ ഏത് പ്രശ്നത്തിലും അസൂയയും കുശുമ്പും മാത്രമാണ് എനിക്കുണ്ടാകുന്ന വികാരം. ഈ വികാരങ്ങളാണ് എന്നെ നയിക്കുന്നത്. മാത്രമല്ല, ഇന്നത്തെ ലോകം നമ്മൾ ചിന്തിച്ച് നോക്കും. നമുക്കൊരിത്തിരി പണം, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്തിരി പണം അധികം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴേ നമ്മളെ ഉണ്ടാക്കി വളർത്തിയ തന്തയും തള്ളയും പോലും അച്ഛനെയും അമ്മയും പോലും തെരുവിലിറക്കി വിട്ട് അടിച്ചിറക്കി വിടുന്ന മക്കളുടെ ലോകമാണിത്. അത്തരം മനുഷ്യരാണ് ഇവിടെ രാജ്യസ്നേഹികളായിത്തീരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, രാജ്യങ്ങളൊക്കെ സൃഷ്ടിച്ചതാരാണ്? മനുഷ്യനുണ്ടാകുമ്പോൾ ഭൂമി ഇവിടെ അതിർത്തികൾ സൃഷ്ടിച്ച് ജപ്പാനെന്നും അമേരിക്കയെന്നും പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും പറഞ്ഞ് എവിടെയെങ്കിലും രാജ്യത്തിന് ഭൂമി ഇവിടെ അതിർത്തി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മനുഷ്യർ ഭരണ സൗകര്യത്തിൻ്റെ ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യൻ പിടിച്ചടക്കി രാഷ്ട്രങ്ങളുണ്ടാക്കി അതിന് പേരും കൊടുത്തു. അവർ ജീവിക്കുന്നു, പരസ്പരം തല്ലുന്നു. മതത്തിന് ഒരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങളും മതവും രാഷ്ട്രീയവുമാണ്. മതത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടി നിലകൊള്ളുന്നവർ അവർ രാജ്യസ്നേഹം പ്രകടിപ്പിച്ച് യുദ്ധങ്ങളുണ്ടാക്കി മനുഷ്യനെ കൊന്നൊടുക്കുന്നതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. തിരിച്ച് നിങ്ങൾ മനുഷ്യസ്നേഹത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. മദർ തെരേസ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. മഹാത്മാഗാന്ധിജി മനുഷ്യസ്നേഹിയായിരുന്നു. മാർക്സ് മനുഷ്യസ്നേഹിയായിരുന്നു. കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യസ്നേഹി. അവന് ഇന്ത്യയെന്നോ പാകിസ്ഥാനെന്നോ ചൈനയെന്നോ റഷ്യയെന്നൊന്നുമില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യൻ്റെയും കഷ്ടതകളും ദുഃഖങ്ങളും മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും അവനെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യസ്നേഹി. അത്തരം മനുഷ്യസ്നേഹികൾ ഇവിടെ മഹത്വത്തിലേക്കും പോകും, യാതമവർഗത്തിലേക്ക് രാജ്യസ്നേഹികളും പോകും.